നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുന്നംകുളം മണ്ഡലത്തിൽ UDF-നായി CMP മത്സരിക്കുമെന്ന് സൂചന. തിരുവനന്തപുരം സെൻട്രലിന് പുറമെ കഴിഞ്ഞ തവണ മത്സരിച്ച നെന്മാറയ്ക്ക് പകരം കുന്നംകുളം കൂടി CMP നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് വിവരം. ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ UDF-നായി ഒരിക്കൽ കൂടി CMP രംഗത്തിറങ്ങിയേക്കും. CMP ജനറൽ സെക്രട്ടറി CP ജോൺ കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ കുന്നംകുളം സീറ്റ് ആവശ്യപ്പെട്ടതായാണ് ഒടുവിൽ വരുന്ന സൂചന. കഴിഞ്ഞ തവണ നെന്മാറ സീറ്റിൽ മാത്രമാണ് CMP മത്സരിച്ചിരുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കുറി 2 സീറ്റ് നൽകുമെന്ന ഉറപ്പ് CMP നേതാക്കൾക്ക് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രലിൽ ജനറൽ സെക്രട്ടറി CP ജോൺ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. 2ാം സീറ്റായി കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലമാണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റായതിനാൽ വിട്ടുനൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനായില്ല. CMPയോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇക്കുറി നീതി ഉറപ്പാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പൊതുവേദിയിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതോടെയാണ് കഴിഞ്ഞ 2 തവണ CP ജോൺ മത്സരിച്ച കുന്നംകുളം ആവശ്യപ്പെട്ടത്. കുന്നംകുളം വിട്ടുനൽകാൻ കോൺഗ്രസ് നേതൃത്വം സമ്മതം അറിയിച്ചതായും സൂചനയുണ്ട്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ നെന്മാറയിൽ മത്സരിച്ച CN വിജയകൃഷ്ണൻ കുന്നംകുളത്ത് UDF സ്ഥാനാർത്ഥിയായേക്കും. സംസ്ഥാനത്തെ മികച്ച സഹകാരിയും MVR ക്യാൻസർ സെന്ററിന്റെയും കാലിക്കറ്റ് സിറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെയും ചെയർമാനുമാണ് വിജയകൃഷ്ണൻ. ഗുരുവായൂർ മമ്മിയൂരിൽ ടിപ്പർ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ചൊവ്വലൂർ കുറവങ്ങാട്ടിൽ അമർനാഥിനാണ് പരിക്കേറ്റത്. മമ്മിയൂർ LF കോളേജിന് സമീപം രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ചാവക്കാട് ഭാഗത്തു നിന്ന് കോട്ടപ്പടിയിലേക്ക് റോഡ് പണിക്കാവശ്യമായ കോൺക്രീറ്റ് മിക്സുമായി പോവുകയായിരുന്ന ടിപ്പറാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ ലോറി റോഡരികിലേക്ക് മാറ്റിയപ്പോൾ എഡ്ജിൽ തട്ടി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നുവെന്ന് ഡ്രൈവർ പറഞ്ഞു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് ലോറിയിലുണ്ടായിരുന്ന കോൺക്രീറ്റ് മിക്സ് വീണത്. കാറിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. ഈ സമയം കാറിനുള്ളിൽ ആളില്ലാതിരുന്നത് വലിയൊരു ദുരന്തം ഒഴിവാക്കി. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് അധികൃതരും നാട്ടുകാരും ചേർന്ന് വാഹനം നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു. ദേശീയ യോഗാ താരവും വടക്കഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ അർജുനന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തൃശൂർ ജില്ല നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കായിക മത്സരത്തിൽ വിജയികളായ ഭവനരഹിതരായ കായിക പ്രതിഭകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. തൃശൂർ ജില്ല NSS തണൽ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന 8ാമത്തെ വീടാണിത്. വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിലാണ് 9 ലക്ഷം രൂപ ചെലവഴിച്ച് 550 സ്ക്വയർ ഫീറ്റുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത്. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ നിതിൻ, കൗൺസിലർ KV സതീഷ്, NSS ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ജോൺ, KK മജീദ്, M ബിജീഷ്, ER രേഖ, CU പുഷ്പരാജൻ, PP പിങ്കി തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യമായ ഉത്തരവാദിത്തം. നമ്മളെല്ലാവരും സാമൂഹ്യ ജീവിയാണ്. നമ്മളെല്ലാവരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. എൻ്റെ മതം ശ്രേഷ്ഠം, എൻ്റെ ജാതി ശ്രേഷ്ഠം, ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ തറവാട്, അങ്ങനെയൊക്കെ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതല്ല, നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമാണ്. നാം സാമൂഹ്യ ജീവിയാണ്. എല്ലാറ്റിനും നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ സ്വകാര്യത, അതിൻ്റെ അപ്പുറത്തുള്ള വിശാലമായൊരു കാഴ്ചപ്പാടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വഴിയൊരുക്കുന്നത് എന്ന് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒന്നാണ് നാം ഈ കായിക താരങ്ങൾക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. കടവല്ലൂർ പഞ്ചായത്തിലെ 22 വാർഡുകളിൽ നിന്നായി 257 വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സൈക്കിളുകൾ വിതരണം ചെയ്തു. BPL വിഭാഗത്തിൽപ്പെട്ട 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കാണ് ചാലിശ്ശേരി CSB ബാങ്കിന്റെ സഹകരണത്തോടെ ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ച് സൈക്കിളുകൾ നൽകിയത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ സൈക്കിളുകളുടെ വിതരണ ഉദ്ഘാടനം കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർ M ബാലാജി നിർവഹിച്ചു. ഇന്ന് പത്രത്തിൽ വായിച്ച വാർത്തയാണെങ്കിൽ ഹോട്ടലുകൾ അവരുടെ പ്രവർത്തന സമയം കുറച്ചിരിക്കുന്നു. എന്താ കാരണം?
ഗ്യാസ് കിട്ടാൻ, പാചകവാതം കിട്ടാൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലും മറ്റ് ഒപ്പക് രാഷ്ട്രങ്ങളിലുമൊക്കെ എന്തെങ്കിലും നിലയ്ക്കുള്ള ചെറിയ കുഴപ്പമുണ്ടാകുന്നു, ലോകമാകെ ശ്രമിക്കും. അത് ഇന്ധനത്തിൻ്റെ പ്രശ്നമാണ്. ഈ സൈക്കിളൊന്നും ഇന്ധനം ആവശ്യമില്ലാത്ത ഒരു യാത്രോപാധിയാണ് എന്നുള്ളത് കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് മുഖ്യാതിഥിയും പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ വിശിഷ്ടാതിഥിയുമായി. ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി തയ്യാറായ ഗ്രാമപഞ്ചായത്തിനെ അഭിനന്ദിക്കുകയാണ്. അതിനോടൊപ്പം തങ്ങൾക്ക് ലഭിക്കുന്ന CSR ഫണ്ട് വിവിധ മേഖലകളിൽ ഉപയോഗിക്കാം എന്നിരിക്കെ ഏറ്റവും ഗുണപ്രദമായ ഒരു പദ്ധതിക്ക് തയ്യാറായ ബാങ്കിന്റെ അധികൃതരെയും അഭിനന്ദിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ റോഡ് ടാറ് ചെയ്തത്, ആദ്യമായിട്ട് റോഡ് ടാറ് ചെയ്തത് ഈ കാറോ ഓട്ടോറിക്ഷയോ ബസ്സോ ഒക്കെ വന്നത് കൊണ്ടാണെന്ന് അല്ല. 1800കളിൽ നമ്മുടെ അവിടെ റോഡ് ടാറ് ചെയ്യാനുള്ള കാരണം, നേരത്തെ കയറ്റത്തിനെ പറ്റിയിട്ട് പലയായിട്ട് പറഞ്ഞു, റോഡ് ടാറ് ചെയ്യാനുള്ള കാരണം സൈക്കിൾ യാത്രക്കാരുടെ സമരം കൊണ്ടും സൈക്കിൾ യാത്രക്കാർക്ക് ഉപകാരപ്രദമാക്കാനും നിരപ്പായിട്ടുള്ള റോഡിന് വേണ്ടിയിട്ടാണ് റോഡ് ടാറ് ചെയ്തത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ടീച്ചർ, ഹസീന അഷ്റഫ്, ബാങ്ക് ക്ലസ്റ്റർ ഹെഡ് തോമസ് അലക്സ്, ബ്രാഞ്ച് മാനേജർ KS വിനോദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ചടങ്ങിൽ ഭോപ്പാലിൽ വെച്ച് നടക്കുന്ന തെക്കുപടിഞ്ഞാറൻ മേഖല കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുക്കുന്ന സാനിയ, സ്മൃതി, MG യൂണിവേഴ്സിറ്റിയിലെ ജന്നത്തുൽ ഷെറിൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിമൻസ് കരാട്ടെ കോച്ച്, കടവലൂർ കിന്നോജി റിയു ഇന്ത്യ അക്കാദമിയിലെ സെൻസൈ ജിസ്മ എന്നിവരെ ആദരിച്ചു. ചടങ്ങിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം സ്വാഗതവും സെക്രട്ടറി KR രേഖ നന്ദിയും പറഞ്ഞു. വിവിധ വാർഡ് മെമ്പർമാരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. സമസ്ത പൊതുപരീക്ഷയിൽ ആദൂർ തർബിയത്തുൽ ഇസ്ലാം മദ്രസയിൽ നിന്നും 10ാം ക്ലാസ്സിൽ നിന്നും റേഞ്ച് തലത്തിൽ ഉന്നത വിജയം നേടിയ നജുവ ഫാത്തിമയെയും 5ാം ക്ലാസ്സിൽ നിന്നും ഉന്നത വിജയം നേടിയ നസീഹിനെയും മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മഹല്ല് ഖത്തീബ് ഹാഫിൽ ഇബ്രാഹിം ഫൈസി, മഹല്ല് സെക്രട്ടറി MP റഫീഖ് തങ്ങൾ, വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് ടിക്ടാക്ക്, മഹല്ല് കമ്മിറ്റി അംഗം മുഹമ്മദ് കുട്ടി, ഉസ്താദുമാരായ കുഞ്ഞുമോൻ മുസ്ലിയാർ, അഷ്റഫ് മുസ്ലിയാർ, ഷഫീഖ് ഫൈസാനി തുടങ്ങിയവർ പങ്കെടുത്തു. ആദൂർ പാപ്പാളി അബ്ദുൾ ഹക്കീം ബാഖവിയുടെ മക്കളാണ് ഇരുവരും. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും BA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ NA അർഷാനയ്ക്ക് റാങ്ക് നേട്ടം. 9ാം റാങ്കാണ് അർഷാന നേടിയത്. കരിക്കാട് നെല്ലിപ്പറമ്പിൽ അഷ്റഫ് റംല ദമ്പതികളുടെ മകളാണ്. നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം ഇടവേളകൾ. അമ്മ ഇതാരെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ? എപ്പ വിളിച്ചാലും വരും. അതാ ഇത്ര സ്നേഹം. അതാ കേരള വിഷന്റെ കുട്ടിയാ. എന്താ പ്രശ്നം? ഇന്നെന്റെ പിറന്നാളാ. എന്നാ അമ്മക്ക് കേരള വിഷന്റെ പിറന്നാൾ സമ്മാനമുണ്ട്. 399 രൂപയുടെ മെഗാ പ്ലാൻ. അങ്കിളെ എത്ര MBPS? 200 MBPS. അടിപൊളി. ഇനി ഗെയിമൊക്കെ പായും. കീ OTT ഉണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ, മനോരമ മാക്സ് 27 OTT ഉണ്ട് കീയില്. ഈ പ്ലാൻ 6 മാസത്തേക്കുള്ളതല്ലേ? അത് 2222 രൂപയുടെ പ്ലാനാ. അതെന്റെ ഓഫീസിലുള്ളതാ. കേരള വിഷൻ മഹാ ഓഫർ. കേരളം കേരള വിഷനോടൊപ്പം. തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീ ശങ്കരാചാര്യയുടെ കുന്നംകുളം റേഞ്ചിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 250ലധികം പേർ പങ്കെടുത്തു. നഗരസഭാ സെക്രട്ടറി KK മനോജ് ഉദ്ഘാടനം ചെയ്തു. സെന്റർ മാനേജർ റാഷിദ് C ബ്ലാത്തൂർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ മിനി മോൺസി, ഓഫീസ് സ്റ്റാഫ് സാന്ദ്ര, പ്രിൻസിപ്പൽ സലാം, പ്രധാനാധ്യാപിക നീതു തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ സെന്റർ എന്ന നിലയിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച സ്ഥാപനമാണ് ശ്രീ ശങ്കരാചാര്യ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
സ്വർണം ഗ്രാമിന് 14,870 രൂപ, സ്വർണം പവന് 1,18,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം. കുന്നംകുളം ചൊവ്വന്നൂർ സേതുനഗറിൽ താമസിക്കുന്ന പരേതനായ തെക്കേക്കര ഉക്കുറുമകൻ ഗീവർ നിര്യാതനായി. 70 വയസ്സായിരുന്നു. മാറഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപകനാണ് പരേതൻ. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് കുന്നംകുളം ആർത്താറ്റ് സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. മിനി ഭാര്യയും വിന്നി ഗീവർ മകനുമാണ്. തമ്പുരാൻപടി കഴുകമ്പള്ളി രാമൻ നമ്പിടി ഭാര്യ വാക്കാട്ട് രാധാമണി മാണ്ടൾ നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പരേതനായ വേണു, ലീല, പരേതനായ രാമചന്ദ്രൻ, സോമൻ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.